മാഡം ഇതിന്റെ സ്ക്രീൻ പ്രസന്റേഷനായി ഹലോ ഈ സ്ക്രീൻ പ്രസന്റേഷൻ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ ഒരു സൈഡിലായിരുന്നു, ഇപ്പൊ ഒരു മിഡിലായിട്ടൊക്കെ കാണണം. അത് സൂം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ. എന്താ സ്ക്രീൻ പ്രസന്റേഷനായി ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പൊ ഒരു സ്ക്രീൻ എന്താ പറയാ, ഒരു പാർട്ടിസിപ്പന്റിന്റെ സ്ക്രീനിലാണ് കാണുന്നത്. അത് സൂം ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആണോ? ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നമുണ്ടോ? എനിക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാൻ സൂം ചെയ്ത് വെച്ചോ. ഫോണിൽ ഫീച്ചേഴ്സ് മാറി കിടക്കുന്നത് കൊണ്ടായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്യോ? ആണോ? ഞാൻ നോക്കട്ടെ. ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ചിലപ്പോ ഓരോരുത്തരുടെ ഫോണിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം വരും. ഇതിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. എനിക്ക് എങ്ങനെയാണോ കാണാറ് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്താ, ക്രഷിംഗ് സ്ട്രെങ്ത് നല്ല ഇനം കല്ലുകളുടെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോണിന്റെ ആണെങ്കിൽ അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എത്രയായിരിക്കും? 100 കൂടുതലായിരിക്കും. ന്യൂട്ടൺ എന്താ? എന്തിന്റെ യൂണിറ്റാ ന്യൂട്ടൺ? ഫോഴ്സ്. അപ്പോ ക്രഷിംഗ് സ്ട്രെങ്ത് എന്തിനാ അപേക്ഷിച്ചിരിക്കും? ഫോഴ്സ് അല്ലേ? നമ്മള് 100 Nm ഫോഴ്സ് കൊടുക്കുമ്പോ കല്ല് ക്രഷ് ആവുണ്ടോ നോക്കുക. എന്താ ക്രഷ് ആവാന്ന് വെച്ചാ? പൊടിയാ. അപ്പോ 100 Nm പ്രഷർ കൊടുക്കുമ്പോ കല്ല് പൊടിയുന്നുണ്ടോ നോക്കും അല്ലേ? അപ്പോ പൊടിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ക്വാളിറ്റി കൂടുതലുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത്, അതായത് അതിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് 100 Nm കൂടുതലായിരിക്കും. പൊടിഞ്ഞു പോയാൽ അതിന് 100 Nm ഇല്ല അതിന്റെ സ്ട്രെങ്ത്, അതിന് കുറവായിരിക്കും അതിന്റെ സ്ട്രെങ്ത് വരിക. അപ്പൊ നമ്മള് ചൂസ് ചെയ്യുമ്പോ എപ്പോഴും സ്റ്റോൺസ് ചൂസ് ചെയ്യുമ്പോ എന്ത് നോക്കണം? ക്രഷിംഗ് സ്ട്രെങ്ത് 100 Nm കൂടുതലുള്ള സ്റ്റോൺ യൂസ് ചെയ്യാനായിട്ട്. ക്രഷിംഗ് സ്ട്രെങ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് അപ്പിയറൻസ്. നമ്മള് കല്ലുകളൊക്കെ എല്ലാം നല്ല സ്മൂത്ത് ഫേസ്ഡ് ആയിട്ടുള്ള സ്റ്റോണുകളായിരിക്കുമോ കിട്ടാൻ നമുക്ക്? അല്ല, അത് നമ്മള് അങ്ങനെ ആക്കി എടുക്കുകയാണ് ചെയ്യുക അല്ലേ? നമ്മുടെ ആവശ്യാനുസരണം അതിന്റെ ഫേസ് മാറ്റി എടുക്കുക ചെയ്യാം. നമ്മുടെ സ്റ്റോണിന്റെ ഫിനിഷുകളൊക്കെ ഉണ്ട്. കുറച്ച് സ്റ്റോണിന്റെ ഫിനിഷുകൾ ഏതൊക്കെയാ അറിയോ? റെറ്റിക്കുലേറ്റഡ് ഫിനിഷ്, സാൻഡ് ഫിനിഷ്, ഹാമർ ടെസ്റ്റ്, അങ്ങനെ കുറച്ച് ഫിനിഷുകൾ ഉണ്ട്. അത് നമ്മൾ ആക്കിയെടുക്കുന്ന കല്ലിനെ ഡ്രസ്സിംഗ് എന്ന് പറയും കല്ലിനെ. അതായത് നമുക്ക് വേണ്ട രീതിയിൽ സ്റ്റോണിന്റെ ഫേസിനെ മാറ്റിയെടുക്കാം. അതിനെ ഡ്രസ്സിംഗ് എന്ന് പറയും. അപ്പോൾ ഈ അപ്പിയറൻസ് എങ്ങനെ ഇരിക്കണം? ഫേസ് വർക്കിനായി ഉപയോഗിക്കുന്ന കല്ലുകൾ കാണാൻ ഭംഗിയുള്ളവയും നിറം മങ്ങാത്തവയുമായിരിക്കണം. എന്തായിരിക്കണം? കാണാൻ ഭംഗിയുള്ളതും ആയിരിക്കണം, അതുപോലെ തന്നെ നിറം ആയിരിക്കണം. പിന്നെന്താ? ഫേസ് വർക്കിനായി ഉപയോഗിക്കുന്ന കല്ലുകളുടെ നിറം തെരഞ്ഞെടുക്കേണ്ടത് ചുറ്റുപാടിനനുസരിച്ചായിരിക്കണം. എന്താ പറഞ്ഞ? നിറം തിരഞ്ഞെടുക്കുന്നത് കാലാവസ്ഥ, അതായത് അവിടുത്തെ നാച്ചുറൽ ഏജൻസീസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് മഞ്ഞ്, മഴ, വെയില്, കാറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ചിരിക്കും എന്റെ നിറം സെലക്ട് ചെയ്യുന്നത്. അതായത് വെയിൽ കൂടുതലുള്ള സ്ഥലത്ത് എന്താ പ്രത്യേകത? ഫെയ്ഡ് ആവില്ല കളറ് ഇല്ലേ? മാത്രല്ല, എന്താണെങ്കിലും വെയിലടിച്ചു കഴിഞ്ഞാ ഫെയ്ഡ് ആവും, നിറം മങ്ങും. അതുപോലെ തന്നെ മഴക്കാലത്ത് എന്താ പ്രത്യേകത? വെള്ളം അടിച്ച് അതിലെന്ത് വരും? പൂപ്പല് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ എന്ത് പറ്റും? കൂടുതൽ ഡസ്റ്റ് ആ സ്റ്റോണില് അടിഞ്ഞുകൂടാൻ തുടങ്ങും. നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും കാലാവസ്ഥയും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? കല്ലിന്റെ നിറവും ഫേസ് വർക്കൊക്കെ ചെയ്യാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
കടും നിറത്തിലുള്ള കല്ലുകൾ പ്രതികൂല കാലാവസ്ഥയിൽ എളുപ്പം നശിച്ചു പോകാനിടയുള്ളതിനാൽ ഇളം നിറത്തിലുള്ള കല്ലുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. നോട്ട് ചെയ്ത് വെക്ക. കടും നിറത്തിലുള്ള കല്ലുകൾ അതെന്താ? നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്റ്റോണുകൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. നല്ല ഡാർക്ക് കളറില് ആ കല്ലുകളുടെ പ്രത്യേകത എന്താ? പ്രതികൂല കാലാവസ്ഥ. എന്താ പ്രതികൂല കാലാവസ്ഥ? ഇതുപോലുള്ള മഞ്ഞ്, വേനല് അങ്ങനെയുള്ള സമയങ്ങളില് പെട്ടെന്ന് നശിച്ചു പോവാനായിട്ട് ഇടയുണ്ട്. പെട്ടെന്ന് നശിച്ചു പോകുന്നതിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് ഏതാണ്? ഇളം നിറത്തിലുള്ളത്, ഡാർക്ക് കളേഴ്സ് അല്ലാതെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു നല്ല ഇനം കെട്ടിട നിർമ്മാണ കല്ല് ഒരേ നിറമുള്ളവയും കളിമൺ അടങ്ങിയിട്ടില്ലാത്തവയുമായിരിക്കും. എന്തായിരിക്കണം? എല്ലായിടത്തും ഒരേ സെയിം കളറും അതുപോലെ തന്നെ കളിമണ്ണിന്റെ അംശം കുറവുള്ളതുമായിരിക്കണം. കുറവല്ല, അടങ്ങിയിട്ടില്ലാത്തതാണ് ഏറ്റവും ബെറ്റർ. ക്ലേയുടെ കണ്ടന്റ് കുറവായിരിക്കണല്ല, അടങ്ങിയിട്ടില്ലാത്തതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കല്ലുകൾ. നമുക്കറിയാം, നമ്മള് പല സ്ഥലത്തു നിന്നാണ് റോക്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് സ്റ്റോൺ ആക്കി ബിൽഡിങ്ങിന് പണിയാനൊക്കെ ആയിട്ട് സ്റ്റോണുകൾ കൊണ്ടുവരുന്നത് അല്ലേ? ആ സ്ഥലത്ത് ചിലപ്പോ ക്ലേയുടെ പ്രസൻസ് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ അവിടെ ക്ലേ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കല്ലുകളാണെങ്കിൽ എന്തായിരിക്കും? നല്ല കല്ലല്ല, അതായത് അതിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇതാണ് അപ്പിയറൻസിൽ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്താ? അതല്ല, ഈ പറഞ്ഞ കാര്യത്തില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ? കടും നിറത്തിലുള്ള കല്ലുകള് നോട്ട് ചെയ്യുക, അതായത് പ്രതികൂല കാലാവസ്ഥയിൽ എളുപ്പം ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കടും നിറത്തിലും പിന്നെ ക്ലേ അടങ്ങിയതായി കല്ല് ഉപയോഗിക്കാതിരിക്കുക. പിന്നെന്താ? അതുപോലെ ക്ലേ ക്ലേ ഉള്ള കല്ല് ഉപയോഗിക്കാം. ഒരേ നിറമുള്ളവയും കളിമൺ നിറത്തിലുള്ളതുമായ കല്ലുകൾ ഉപയോഗിക്കണം. ഈ പോയിന്റുകള് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, മറക്കാതിരിക്കാൻ. ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കളറുള്ള പെൻ വെച്ച് അടിയിൽ മാർക്ക് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ലാറ്ററൈറ്റിന്റെ കാര്യല്ലേ പറയുന്നത്? അല്ല, പാറയുടെ കാര്യല്ലേ ഇപ്പൊ പറയുന്നത്? സ്റ്റോൺ, നമ്മള് പാറ പൊട്ടിച്ച് നമ്മള് സ്റ്റോൺ എടുത്തു, എക്സ്ട്രാക്ട് ചെയ്ത് സ്റ്റോൺ എടുത്തു. ഹെഡിങ് നോക്കുക, കെട്ടിട നിർമ്മാണ കല്ലുകള് സ്റ്റോൺ ആക്കിയത് നമ്മള്, അതായത് പാറകൾ പൊട്ടിച്ച് അതിന്റെ പീസസ്, അതാണല്ലോ സ്റ്റോൺ. അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കുക, അടുത്തത് ഈടുനിൽപ്പ്. അതിനെന്ത് പറയും? ഡ്യൂറബിലിറ്റി. നമുക്ക് ഏതൊരു സാധനം എടുക്കുകയാണെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റി നമ്മൾ നോക്കുക, അതായത് ലൈഫ് സ്പാൻ, അതിന്റെ എത്രത്തോളം നാള് അത് കേടുകൂടാതെ നിലനിൽക്കും എന്നുള്ളത് നോക്കും, ഡ്യൂറബിലിറ്റി അല്ലേ? നമ്മളൊരു ഫോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കും എത്ര കാലത്തോളം അതിങ്ങനെ നിൽക്കും, വേറെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നുള്ളത് നോക്കും അല്ലേ? പിന്നെ ഏതൊരു സാധനം നമ്മള് വീട്ടിലേക്ക് മേടിക്കുകയാണെങ്കിലും നോക്കും, എന്തെങ്കിലും ഫർണിച്ചർ മേടിക്കുകയാണെങ്കിലും പറയും അവര്, ഇത്ര കാലം ഈട് നിൽക്കും, ഇത്ര കാലം ഡ്യൂറബിൾ ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ? അങ്ങനെ പറയാറില്ലേ? അതുപോലെ തന്നെയാണ് കല്ലിന്റെ ഡ്യൂറബിലിറ്റിയും. നമുക്ക് ഡ്യൂറബിലിറ്റി കുറഞ്ഞ സ്റ്റോൺ ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിംഗ് പണിത് എന്താ കുഴപ്പം? നമ്മൾ ഫൗണ്ടേഷൻ പണിയാൻ ഈ സ്റ്റോൺ യൂസ് ചെയ്യാം. അപ്പോ ഫൗണ്ടേഷനിൽ, അതായത് തറ, അസ്ഥിവാരം എന്നൊക്കെ പറയും, അത് പണിയാൻ വേണ്ടി ഡ്യൂറബിലിറ്റി കുറഞ്ഞ സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് പറ്റും?
സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും അല്ലേ? കെട്ടിടം ഫുള്ളായിട്ട് നിൽക്കുന്നത് ഈ ഫൗണ്ടേഷനിലാണ് അല്ലേ? അതായത് കെട്ടിടത്തിന്റെ മുഴുവൻ വെയിറ്റും താങ്ങുന്നത് ആരാണ്? ഫൗണ്ടേഷൻ ആണ്. ഈ ഫൗണ്ടേഷനാണ് കെട്ടിടത്തിൽ നിന്ന് വരുന്ന വെയിറ്റിനെ ഭൂമിയിലേക്ക് തുല്യമായി ഭാഗിച്ചു കൊടുക്കുന്നതും ഈ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷന്റെ ധർമ്മം തന്നെ അതാണ് അല്ലേ? കെട്ടിടത്തിൽ നിന്ന് വരുന്ന ലോഡിനെ ഈക്വലി ഭൂമിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വിതരണം ചെയ്ത് കൊടുക്കുക. അതാണ് ഫൗണ്ടേഷന്റെ ധർമ്മം. അപ്പൊ ആ ഫൗണ്ടേഷൻ തന്നെ നമ്മള് ഡ്യൂറബിലിറ്റി കുറഞ്ഞ സ്റ്റോൺ വെച്ച് ചെയ്യോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ? നോക്ക, ഒരു നല്ല ഇനം കെട്ടിട നിർമ്മാണ കല്ല് ഈട് നിൽക്കുന്നവയായിരിക്കും. എപ്പോഴും ഡ്യൂറബിലിറ്റി കൂടുതലുള്ള സ്റ്റോൺസ് വേണം നമ്മള് യൂസ് ചെയ്യാൻ. അങ്ങനെ ഈട് നിൽക്കുന്ന സ്റ്റോണുകൾ മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുള്ളൂ. ഒരു കല്ലിന്റെ ഈട് നിൽപ്പിന് കാരണമായ ഘടകങ്ങൾ അതിന്റെ രാസഘടന, അന്തരീക്ഷത്തിനെതിരെയുള്ള പ്രതിരോധം തുടങ്ങിയവയാണ്. എന്താ? അതിന്റെ രാസഘടന എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡ്യൂറബിലിറ്റി എന്തിനൊക്കെ ഡ്യൂറബിലിറ്റി ചെയ്യുന്നുണ്ട്? രാസഘടന, അന്തരീക്ഷത്തിനോട്, അതുപോലെ അന്തരീക്ഷത്തിനെതിരെയുള്ള പ്രതിരോധം. അതായത് അന്തരീക്ഷത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ എന്തൊക്കെയാ പെടുക അതില്? ഇതുപോലെ നാച്ചുറൽ ഏജൻസീസ്, മഴ, വെയില്, കാറ്റ്, മഞ്ഞ്, അതുപോലുള്ള കാര്യങ്ങള്. അതാണ് അന്തരീക്ഷത്തിനെതിരെയുള്ള പ്രതിരോധത്തിൽ പെടുന്നത്. അടുത്ത നോക്കുക, കല്ലിന്റെ ഈട് നിൽപ്പിനെ ബാധിക്കുന്ന അന്തരീക്ഷ വായുവിന്റെ ഘടനയും കാലാവസ്ഥ മാറ്റങ്ങളും താഴെ പറയുന്നവയാണ്. ഈ പറഞ്ഞില്ലേ അന്തരീക്ഷത്തിനെതിരെയുള്ള പ്രതിരോധം, അതിൽ വരുന്ന കാര്യങ്ങളാ പറയുന്നത്. ആദ്യം അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എങ്ങനെയാ? താപനിലയില് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകത എന്താ? കേരളത്തിലെ പ്രത്യേകത എന്താ? ഓരോ സീസണിലാണല്ലേ അല്ലേ? മഴ, വെയില്, ഓരോ സീസണിലായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ എന്താ? അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഒരു സമയത്ത് നല്ല ചൂടായിരിക്കും, ഒരു സമയത്ത് നല്ല മഴയായിരിക്കും. അപ്പോ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും അല്ലേ? ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നത് കല്ലിന്റെ ഡ്യൂറബിലിറ്റിനെ ബാധിക്കും. കൂടുതൽ വെയിൽ കൊണ്ട് എന്താ പ്രശ്നം? കല്ല് കൂടുതൽ വികസിക്കും, വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതായത് നശിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തേലും ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറ്റും? പൊട്ടിപ്പോവും, പെട്ടെന്ന് പൊട്ടിപ്പോവും അല്ലേ? അപ്പോ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങള് ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ? മഴയും വെയിലും കാരണമായി ഇടവിട്ടുണ്ടാകുന്ന വായുവിലെ ഈർപ്പത്തിന്റെ അളവ്. മഴയിലും വെയിലിലും ഇടവിട്ടുണ്ടാകുന്നു. അതായത് നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, ഒക്കെ സീസണിലായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇടവിട്ടുണ്ടാകുമ്പോ വായുവിലെ ഈർപ്പത്തിന്റെ അളവ് കാരണമാകുന്നു. അതായത് വായുവിലെ ഈർപ്പത്തിന്റെ അളവ് എങ്ങനെയാ? മഴ കൂടുമ്പോ ഈർപ്പം കൂടും അല്ലേ? ഈ വെള്ളം കൂടുതലായ എന്താ പ്രശ്നം? ഈർപ്പം, ഈ സ്റ്റോണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്റ്റോൺ വെള്ളത്തിന് അബ്സോർബ് ചെയ്യണത് ശരിയാണോ? അതതിന്റെ ഡ്യൂറബിലിറ്റിനെ ബാധിക്കും. സ്ട്രെങ്ത് കുറയുകയും ചെയ്യും അല്ലേ? അതെ. അടുത്ത നോക്ക, മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന രാസ പദാർത്ഥങ്ങൾ. മഴവെള്ളത്തിൽ
സ്ക്രീൻ കാണുന്നുണ്ടോ? മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന രാസ പദാർത്ഥങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ആസിഡ് മഴ എന്ന് അല്ലേ? അതെങ്ങനെ വരുന്നേ? റെയിൻ വാട്ടറില് ആസിഡിന്റെ കണ്ടന്റ് വരുമ്പോ അല്ലേ? ഈ ആസിഡിന്റെ കണ്ടന്റ് ഒക്കെ സ്റ്റോണിനെ എങ്ങനെ ബാധിക്കും? സ്റ്റോണിനെ എങ്ങനെ മെൽറ്റ് ആക്കാൻ സ്റ്റോണിനെ എന്ത് ചെയ്യും? ആസിഡ് മെൽറ്റ് ആക്കാൻ രാസവ്യത്യാസം വരുത്തും. പോലെയാവും കല്ല് സ്റ്റോൺ എന്ത് ചെയ്യും? ആസിഡ് തട്ടുമ്പോ പൊടിഞ്ഞു പോവും അല്ലെ? റിയാക്ഷൻ സംഭവിക്കും അവിടെ. സ്റ്റോണില് ഇതുപോലെ കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഒക്കെ സ്റ്റോണിൽ ഉണ്ടായിരിക്കും. CO3 അതൊക്കെ ഈ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കൂടുതൽ രാസപ്രവർത്തനം. മനസ്സിലായോ? സ്റ്റോണിലുള്ള കെമിക്കൽസും അതുപോലെ മഴവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസും കൂടി എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും അല്ല? കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കും. അപ്പോ കല്ലിന് എന്ത് പറ്റും? ഡാമേജ് സംഭവിക്കും. കല്ലിന്റെ ഡാമേജ് സംഭവിച്ച അതിന്റെ സ്ട്രെങ്തിനെ സാരമായിട്ട് ബാധിക്കും അത്. അതുപോലെ തന്നെ അടുത്തതാണ് കല്ലുകൾക്കിടയിൽ വളരുന്ന മരങ്ങൾ. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുമ്പോ ഒരു മരത്തിൽ നിന്ന് എത്ര മീറ്റർ മാറിയിട്ട് വേണം പണിയാനായിട്ട്? മരത്തിന്റെ വേരുകള് ഫൗണ്ടേഷൻ അങ്ങനെ നോക്കാതെയാണോ പണിയാറ്? അല്ല, മരത്തുമെന്ന് അകലെ ഒരു നിശ്ചിത അകലം കീപ്പ് ചെയ്യാറില്ല. അങ്ങനെ ഒരു അളവ് ഒഴിവാക്കും. പരമാവധി നിൽക്കുന്ന മരം വിടാറുണ്ട്. ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അങ്ങനെ ഒരു നിശ്ചിത അളവുണ്ടോ മാഡം? 5 മീറ്റർ 7 മീറ്റർ വരെയൊക്കെ നമ്മൾ വിടും, ചുരുങ്ങിയത്. അങ്ങനെ വിടണം. മരത്തിന് എപ്പോഴും വളർച്ച സംഭവിക്കുന്ന ഒരു കാര്യ. മരം വളരുന്ന മോളിക്ക് നമുക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. പക്ഷെ ഇവയുടെ വേരുകള് ഫൗണ്ടേഷനിലേക്ക് എന്ത് ചെയ്യും? ഇറങ്ങും. ഫൗണ്ടേഷനിലേക്ക് ഇറങ്ങുമ്പോ എന്ത് സംഭവിക്കും? ഇവരാദ്യം ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാ പോവാ. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ആദ്യം പോവാ. പിന്നെ വർഷങ്ങള് തീരുമ്പോ എന്ത് പറ്റും? ഇവയ്ക്ക് വളർച്ച സംഭവിക്കും അല്ലെ? ആദ്യം പോയ ചെറിയൊരു റൂട്ടായിരിക്കില്ല. ഒരു 6 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോ അവർക്ക് എന്ത് സംഭവിക്കും? വളർച്ച സംഭവിക്കും. വളർച്ച സംഭവിക്കുമ്പോ അവർക്ക് ആദ്യം ചെന്ന് കയറിയ സ്പേസ് മതിയാവാതെ വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഫൗണ്ടേഷൻ അകരും അല്ലേ? ഫൗണ്ടേഷൻ പൊട്ടിക്കും. അതുപോലെ തന്നെ ഫൗണ്ടേഷന്റെ നമ്മൾ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും? സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? സാൻഡ് അല്ലേ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും ഫൗണ്ടേഷന്റെ ഉള്ളില്. സാൻഡിന് എന്ത് പറ്റും? സാൻഡ് വികസിക്കാൻ തുടങ്ങും. സാൻഡിന് ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാതെ വരും. അപ്പോഴാണ് ഈ ഫൗണ്ടേഷൻ പുറത്തേക്കൊക്കെ ഈ ഫില്ല് ചെയ്തിട്ടുള്ള സാൻഡ് പുറത്തേക്കൊക്കെ വരുന്നത്. നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് ആദ്യകാലത്ത് മാക്സിമം മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യാം. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ നിർമ്മാണത്തിന്റെ പ്രത്യേകത എന്താ? മാക്സിമം മരങ്ങളും കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ബിൽഡിംഗ് പണിയാന്നാ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അല്ല. കാരണം എന്താ? കാലാവസ്ഥ തന്നെയാണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളിപ്പൊ വെട്ടിക്കളഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോ നമ്മൾ തന്നെ അനുഭവിക്കും അതിനുള്ളത് അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിയിൽ മരങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ബിൽഡിംഗ് പണിയുന്നത്. പക്ഷെ എന്ത് കാര്യം കൂടി ശ്രദ്ധിക്കണം? നമ്മുടെ വേര് കയറാതിരിക്കാനുള്ള
സാങ്കേതിക വിദ്യ വീട്ടിൽ ഉപയോഗിക്കണം. മരം വെക്കുന്നതും അതിൽ ഊഞ്ഞാല് കെട്ടുന്നതും തണല് കിട്ടുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ എന്തുകൂടി ശ്രദ്ധിക്കണം, നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഒരു ഘടകവും മരങ്ങളുടെ വേരുകൾ പോയിട്ട് ഫൗണ്ടേഷൻ അതും നമ്മള് ശ്രദ്ധിക്കണം. അടുത്ത എന്താ, വേഗതയിലുള്ള കാറ്റ്. അതിവേഗതയിലുള്ള കാറ്റ് എന്ത് സംഭവിക്കും? ഈ കാറ്റ് വീശുമ്പോ കാറ്റ് കൊണ്ടുവരുന്ന കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പൊടികള് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ കാറ്റിന്റെ പ്രഷറോട് അത് ആഘാതം ഏൽപ്പിച്ചിട്ട് സ്റ്റോണില് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ നല്ല കാറ്റുള്ള സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാ, നല്ല പൊടിയും മണ്ണും മണലും ഒക്കെ കൂടിയിട്ടാ കാറ്റ് വീശുക. ആ കാറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്റ്റോണുമ്മേ കാറ്റത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. കാറ്റിന്റെ കൂടെ വരുന്ന ഈ മൺതരികളും ബാക്കി ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സ്റ്റോണുമ്മ തട്ടുമ്പോ എന്ത് സംഭവിക്കും? സ്റ്റോണില് തരിതരികളായിട്ട് സ്റ്റോണും പോയിക്കൊണ്ടിരിക്കും. പൊടിഞ്ഞു പോരും. പൊടിഞ്ഞ് കടപ്പുറത്തെ വീടുകൾ ചെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്കാണ്. ഇപ്പൊ കടപ്പുറത്ത് കിടക്കുന്ന കല്ലുകൾ നോക്കി കഴിഞ്ഞാൽ വെള്ളം തട്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ കാറ്റ് നന്നായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെ കല്ലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും എന്തായിരിക്കും, അവർക്ക് ഒരു ഉരുണ്ട ഷേപ്പ് വരും അല്ലേ. ഈ കാറ്റടിച്ചടിച്ചടിച്ച് പുറമെയുള്ള പ്രതലങ്ങൾ പോയി കല്ലുകളൊക്കെ ഉരുണ്ട ഷേപ്പായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങള് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഡ്യൂറബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന 5 കാര്യങ്ങള്: താപനിലയുടെ വ്യത്യാസം, വായുവിലെ ഈർപ്പത്തിന്റെ അളവ്, വെള്ളത്തിലടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങള്, കല്ലുകൾക്കിടയിലുള്ള മരങ്ങള്, അതിവേഗതയുള്ള കാറ്റ്, ശക്തിയായ കാറ്റ്. നോട്ട് ചെയ്ത് വെക്കാം 5 കാര്യങ്ങള്. അടുത്തത് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഡ്രസ്സിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, കല്ലുകളുടെ അപ്പിയറൻസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലേ, ഡ്രസ്സിങ്. അതായത് നമുക്ക് വേണ്ട രീതിയില് കല്ലിനെ എന്ത് ചെയ്തെടുക്ക, മോൾഡ് ചെയ്തെടുക്ക, അല്ലെങ്കിൽ അതിനെ നമുക്ക് ചെത്തി വെട്ടി ഒതുക്കി നമുക്ക് വേണ്ട ഷേപ്പിലോ രൂപത്തിലോ ആക്കി മാറ്റുക. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഡ്രസ്സിങ്. നമുക്ക് ചിലപ്പോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിലായിരിക്കും കാണണ്ടേ അല്ലെ. ഫ്രണ്ടിൽ നമ്മൾ പില്ലറിലൊക്കെ കൊടുക്കുമ്പോ സ്റ്റോണുകൾ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, ചിലപ്പോ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല കെർവ്ഡ് ആയിട്ടുള്ള ഫേസിലൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് അതേപോലെ നമുക്ക് ആ സ്റ്റോണിന് ചെയ്തെടുക്കുമ്പോ അങ്ങനെയുള്ള ടൈപ്പിനൊക്കെ നമ്മൾ ചെയ്തെടുക്കണതിനെയാണ് ഡ്രസ്സിങ് എന്ന് പറയാ. ഡ്രസ് ചെയ്തെടുക്കുക, നല്ല രീതിയിൽ സ്റ്റോണിനെ ഭംഗിയാക്കുന്നത്, അതിനെയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. സ്റ്റോണിനെ നമുക്ക് വേണ്ട രീതിയിൽ ഭംഗിയാക്കി എടുക്കുന്നതിനാണ് ഡ്രസ്സിങ് എന്ന് പറയാ. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് നന്നാവാറില്ലേ, അതേപോലെ തന്നെ സ്റ്റോണിനും ചെയ്യും. അപ്പോ കല്ലുകൾ എളുപ്പത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനും മോൾഡ് ചെയ്യാനും മുറിച്ചെടുക്കാനും ചെത്തിയെടുക്കാനും പറ്റുന്നവയാണെങ്കിൽ പ്രവർത്തികൾ ലാഭകരമായിരിക്കും. ഈ 5 എന്നുള്ളത് അതിൽ മിസ്റ്റേക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്, അത് എഴുതണ്ട കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ആ 5 എന്നുള്ളത് കണ്ടോ, പ്രവർത്തികൾ കഴിഞ്ഞിട്ട് ഒരു 5 ഉണ്ടല്ലോ, ടൈപ്പ് ചെയ്തല്ലോ വന്നിട്ടുള്ള മിസ്റ്റേക്കാ. അപ്പൊ കല്ലുകൾ എളുപ്പത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനും മോൾഡ് ചെയ്യാനും, അതാണ് ഞാൻ പറഞ്ഞ ഡ്രസ്സിങ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഡ്രസ്സിങ് ചെയ്യണതാണ് എന്തൊക്കെ പെടുന്നത്, മോൾഡിങ്, മുറിച്ചെടുക്കാനും ചെത്തിയെടുക്കലും. ഇതൊക്കെ നമ്മൾ ചെത്തിയെടുത്ത് മുറിച്ചെടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, സ്റ്റോണിനെ ഡ്രസ് ചെയ്യുക. ഇതൊക്കെ എളുപ്പത്തിൽ പറ്റുന്നതാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ലാഭകരമാണ് അല്ലെ. നമുക്ക് ഈ സ്റ്റോണൊക്കെ ഫർണിഷ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നല്ല പൈസ ചെലവ് വരുന്ന കാര്യമാണ് സ്റ്റോണിനെ ഫർണിഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫർണിഷിങ് ചെയ്ത സ്റ്റോണിനെ വാങ്ങാന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതായത് ഭയങ്കര പൈസ, നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോണിനെ ഫർണിഷ് ചെയ്തെടുക്കല്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ നല്ല ഭംഗിയിൽ എടുക്കല്.
ഈ ഗ്രാനൈറ്റ് ഒക്കെ ഇതുപോലെ ഫർണിഷ് ചെയ്തിട്ട് വരുന്നതാ. അതിന് റേറ്റ് ആണ് നമ്മൾ ഈ സ്റ്റോണുകള് ചെയ്യുമ്പോ നമുക്ക് വേണ്ട രീതിയിൽ നല്ല കുക്കിംഗ് ആയിട്ട് വരണമെങ്കിൽ. അപ്പൊ അങ്ങനെ മോൾഡൊക്കെ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്ന കല്ലുകളാണെങ്കിൽ ലാഭകരമായിരിക്കും നമുക്കത്. പക്ഷെ ഈ ഗുണം കല്ലിന്റെ ബലവും ഈടുനിൽപ്പും കുറയ്ക്കുന്നു. കൂടുതല് ഫർണിഷ് ചെയ്യുന്നത്, അതായത് കല്ലിനെ നമ്മൾ ചെത്തിയിട്ടൊക്കെയാ ഇത് ചെയ്യാ. ഈ ചെത്തുന്ന സമയത്തൊക്കെ എന്ത് പറ്റും? കല്ലിന്റെ ബലം കുറയ്ക്കും. അതുപോലെ തന്നെ അതിന്റെ ഈടുനിൽപ്പും കുറയ്ക്കും, അതായത് ഡ്യൂറബിലിറ്റിയും കുറയും. ആയതിനാൽ പ്രവൃത്തിയുടെ വ്യത്യാസം അനുസരിച്ച് കല്ലുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതായത് കൂടുതൽ ഇതുപോലെ മിനുക്ക് പണികൾ ചെയ്യുന്ന കല്ലുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കുറച്ച് മാത്രം ചെയ്യുന്ന കല്ലുകൾ, അതായത് കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ ഭംഗിയാക്കി എടുക്കുന്ന കല്ലുകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വർക്ക് വരുന്ന കല്ലുകൾ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണതിനനുസരിച്ച് എന്ത് പറ്റും? എന്ത് കുറയും? അതിന്റെ ബലം കുറയും. കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ, അതായത് ഏതൊരു സാധനം ആയാലും അങ്ങനെ തന്നെയാ അല്ലേ? കൂടുതൽ നമ്മൾ അതില് ഫോഴ്സ് പ്രയോഗിക്കുമ്പോ എന്ത് പറ്റും? അതിന്റെ ബലവും അതുപോലെ ഇടിപ്പും കുറയും. കൂടുതൽ ബലം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബലം നഷ്ടപ്പെടും, ഈടുനിൽപ്പും കുറയും. അടുത്ത എന്താണ്? അഞ്ചാമത്തെ ഫ്രാക്ചർ. വളരെ കൃത്യമായി തെളിഞ്ഞ തരികളോടെ പൊട്ടുന്ന കല്ലുകളാണ് കെട്ടിട നിർമ്മാണത്തിന് ഉത്തമമായത്. എങ്ങനെയായിരിക്കണം പൊട്ടിക്കുന്ന സമയത്ത്? തെളിഞ്ഞ തരികളോടെ പൊട്ടുന്ന കല്ലുകൾ കൃത്യമായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കൃത്യമായി തെളിഞ്ഞ തരികളോടെ, അതായത് കൂടുതൽ പൊടിയാവാതെ കഷ്ണങ്ങളായിട്ട് പൊട്ടുന്ന കല്ലുകള്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു സ്റ്റോണിനെ പൊട്ടിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? പൊടിയായിട്ട് അല്ലാതെ പൊടിയേണ്ടത് എങ്ങനെയാ? കൃത്യമായി കട്ടകള് അങ്ങനെ വേണം കല്ല് പൊടിഞ്ഞു വരാനായി, അതായത് പൊട്ടി വരാനായിട്ട്. അങ്ങനെയുള്ള കല്ലുകൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് എന്ത്? ഹാർഡ്നെസ്. ഈ ഹാർഡ്നെസ് എങ്ങനെ നമ്മൾ നോക്കുക? നമ്മളൊരു ഹാമർ വെച്ചിട്ട് തട്ടി നോക്കും അല്ലേ? നമ്മളൊരു സാധനത്തിനെ ഹാമർ വെച്ച് തട്ടി നോക്കും. ഇപ്പൊ ഒരു അയേൺ, അതായത് ഇരുമ്പുമ്മയാണ് നമ്മൾ ഹാമർ വെച്ച് അടിച്ചെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല അല്ലേ? പിന്നെ അതിന് പകരം ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ചെമ്പിലാണ് നമ്മള് ഇടിച്ചെന്നുണ്ടെങ്കിലോ ഒരു ചതച്ചില് വരും. അതാണ് ഇതിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് നമ്മൾ എങ്ങനെയാ? ഹാമർ വെച്ച് ഇടിച്ചു നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? അത് ഹാർഡാണ് അല്ലെങ്കിൽ ടഫാണെന്ന് പറയും അല്ലേ? അപ്പൊ നോക്കാം, റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന കല്ലിന്റെ ഹാർഡ്നെസ് 17 മുകളിലായിരിക്കും. എന്താ? ഹാർഡ്നെസ് 17 മുകളിലായിരിക്കും. നോട്ട് ചെയ്ത് വെക്കണം. അത് റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന കല്ലിന്റെ ഹാർഡ്നെസ് 17 മുകളിലായിരിക്കും. അതായിരിക്കും ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഉള്ള സ്റ്റോണ്. റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുമ്പോ 17 എന്താണ്? ന്യൂട്ടൺ പെർ മിനിറ്റ്? എന്താ? ന്യൂട്ടൺ പെർ mm ആണോ നേരത്തെ പറഞ്ഞ പോലെ? ഹാർഡ്നെസ് നമ്മള് നമ്പറിൽ തന്നെ പറയാ. 17. 17 എന്താണ് ശരിക്കും? ഏത് യൂണിറ്റ് ആണ്? അതിന് യൂണിറ്റ് അല്ല, നമ്മളിങ്ങനെ നമ്പറിലാണ് പറയാ, യൂണിറ്റിലല്ല പറയാ. ഹാർഡ്നെസ് ഞാൻ പറഞ്ഞില്ലേ, ഹാമർ വെച്ച്
നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമിലും ഫോഴ്സിലായിരിക്കും ഈ ഹാമർ വെച്ച് നമ്മൾ അടിച്ചു നോക്കുക. മനസ്സിലായോ? അതിനടിസ്ഥാനപ്പെടുത്തി 70 ടൈംസ് ഒക്കെ നമ്മള് നല്ല ഹാർഡായിട്ട് പ്രഷറിൽ എന്ത് ചെയ്യും? തട്ടും. അതായത് ഹാമറിന്റെ ഫോഴ്സ്, അതായത് ഹാമറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിലായിരിക്കും വരിക. മനസ്സിലാവും? ചില കല്ലുകൾ നമ്മള് 1, 2, 3 വട്ടം തട്ടുമ്പോ പൊട്ടും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ കല്ലും ഒരുപോലെ ആയിരിക്കുമോ? അല്ല, അത് കല്ലിന്റെ അതനുസരിച്ച് 17 എന്ന് പറയുമ്പോ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാവില്ല. നമ്മ ഈ ചെലുത്തുന്ന പ്രഷർ 14-നും 17-നും ഇടയിൽ നമ്മ എങ്ങനെ കണക്ക് കൂട്ടും? അതായത് ഇതിനെ തട്ടുന്നതിന്റെ എണ്ണോ? എണ്ണ അല്ലേ? നമ്പേഴ്സ്. നമുക്കിപ്പോ ഒരു ഇഷ്ടിക പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു വട്ടം തട്ടിയാൽ മതിയാവും. ഒരു ഇഷ്ടിക, അതായത് ഒരു ക്ലേ ബ്രിക്ക് നമ്മള് തട്ടുമ്പോ ഒരൊറ്റടിയിലൊക്കെ ചിലപ്പോ അത് പീസാവും അല്ലേ? ഒരു സ്റ്റോണിനെ തട്ടുമ്പോ നമ്മൾ എത്ര തട്ടേണ്ടി വരും? മിനിമം 14 തട്ടെങ്കിലും തട്ടണ കല്ലാണ് മീഡിയം റേഞ്ച് അല്ലേ? അതെ. അതായത് നമ്മളാണല്ലോ തട്ടുന്നത്, മെഷീൻ അല്ല, നമ്മളാണ്, നമ്മുടെ പ്രഷറിലാണ് തട്ടുന്നത്. അപ്പൊ നോക്ക, അതായത് 14-17 തവണ തട്ടുമ്പോ പിളർന്നു വരുന്ന കല്ലിനെയാണ്. പിളർക്കാനുള്ള എത്ര തട്ട് തട്ടണോ അത്രയുമാണ് 14-17 എന്നൊക്കെ പറയുന്നത്. അപ്പൊ റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന കല്ലിന് എത്ര ഉണ്ടായിരിക്കും? 17. അതുപോലെ തന്നെ എന്തായിരിക്കും? ഒരു മീഡിയം ഇടത്തരമാണെങ്കിൽ 14-നും 17-നും ഇടയില്. 14-നും 17-നും ഇടയില്. പിന്നെ ലോ ആണെങ്കിൽ എന്ത് പറ്റും? അതായത് ഏറ്റവും കുറവാണെങ്കിൽ 14-നും താഴെ ആയിരിക്കും. വളരെ പുവർ ക്വാണ്ടിറ്റി ആയിരിക്കും, അത് ക്വാളിറ്റി ആയിരിക്കും അതിന്റെ. 14-നും മാഡം, സാധാരണ ഈ കല്ലുകളൊക്കെ അവർ ഒറ്റയടിക്കൊക്കെ പൊട്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. അത് കൂടുതൽ, അത് ചെറിയ പീസുകളല്ലേ. നമ്മള് ഒരു റോക്കിന്റെ വലിയ പീസ് എടുക്കുമ്പോൾ അങ്ങനെ കല്ലുകളാണ്. അതായത് നമ്മുടെ കോറിങ് ചെയ്ത് ബ്ലാസ്റ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അത് റോക്ക് പൊട്ടിച്ചെടുക്കുക. അതിന്ന് പല ടൈപ്പിൽ ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. അതാണ് നമ്മൾ തട്ടുന്നത് അല്ലേ? വലിയ ബോളറുകളാണ് ഉദ്ദേശിക്കുന്നത്. വലിയ വലിയ കല്ലുകള്. വലിയതൊക്കെ ഒരു 20 അടിച്ചാലും പൊട്ടില്ല കേട്ടോ മാഡം. നല്ല സ്ട്രെങ്ത് ഉള്ള കല്ല് ഇപ്പൊ കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ല സ്ട്രെങ്ത് ഉള്ള കല്ലുകളൊക്കെയാണ് ആദ്യം. എന്താ സ്ട്രെങ്ത് കല്ല്? കണ്ണൂർ കല്ലേ ഉള്ളത്. പറയുകയാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തോന്നുന്നു. ലാറ്ററേറ്റ് അല്ല നമുക്ക് പറഞ്ഞോണ്ടിരിക്കണേന്ന്, പാറകളാണ്. കരിങ്കല്ലിന്റെ. അപ്പോ എന്തൊക്കെയാ? 17 റോഡ് പണിയുടെ, അതായത് ഹൈ ക്വാളിറ്റി ആണ്. 14-നും 17-നും ഇടയിലുള്ളത് മീഡിയം ക്വാളിറ്റി ആണ്. 14-ന് താഴെ പുവർ ഹാർഡ്നെസ് ആണ്. 14-ന് താഴെ. അടുത്തത് നോക്ക, പെർസെന്റേജ് വിയർ. എന്താ വിയർ? തേയ്മാനം. എന്താ തേയ്മാനം? പെർസെന്റേജ് വിയർ. ഈ വിയർ എന്ന് പറയുന്നത് നമ്മൾ പെർസെന്റേജിലാ നോക്ക. ഇത്ര പെർസെന്റേജ് കേട്ടിട്ടില്ലേ? ഇത്ര പെർസെന്റേജ് എന്നാണ് ഈ വിയർ പറയാ. അതായത് അട്രിഷൻ ടെസ്റ്റ് എന്ന് പറയും. അട്രിഷൻ ടെസ്റ്റ് ആണ് എന്തിനു യൂസ് ചെയ്യാ? പെർസെന്റേജ് വിയർ കണ്ടുപിടിക്കാൻ. ആ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. സ്റ്റോൺസിന്റെ ടെസ്റ്റിംഗിൽ നമ്മൾ പഠിക്കും. നമ്മള് സ്റ്റോണുകള് പലതരത്തിലുള്ള ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ?
അപ്പോ അതിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത് അട്രിഷൻ ടെസ്റ്റ്. അതെന്താ വിയർ കണ്ടുപിടിക്കാൻ, അതായത് ആ സ്റ്റോണിന്റെ പെർസെന്റേജ് വിയർ, അതായത് തേയ്മാനം കണ്ടുപിടിക്കുന്നതിനായിട്ട് ആ ടെസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാട്ടോ അവിടെ. എന്താ ടെസ്റ്റിന്റെ പേര്? അട്രിഷൻ ടെസ്റ്റ്. അട്രിഷൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? പെർസെന്റേജ് വിയർ, സ്റ്റോണിന്റെ പെർസെന്റേജ് വിയർ കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുക? അട്രിഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. അട്രിഷൻ ടെസ്റ്റിൽ തേയ്മാനം 3% മുകളിലാണെങ്കിൽ കല്ല് നല്ലതല്ല. അതായത് അതിന്റെ തേയ്മാനം 3% മുകളിലാണെങ്കിൽ എന്തല്ല? കല്ല് നല്ലതല്ല, പെട്ടെന്ന് തേഞ്ഞു പോകുന്ന കല്ലാണ്. അല്ലേ? 3% ഉള്ളൂ കേട്ടോ, 10 പറയണേ. 3%, വെറും 3% മുകളിലാണെങ്കിൽ ആ കല്ല് നല്ലതല്ല എന്നാ പറയുന്നത്. %, മുകളിലാണെങ്കിൽ കല്ല് നല്ലതല്ല. എന്ത്? തേയ്മാനം 3% മുകളിലാണെങ്കിൽ കല്ല് എന്തല്ല? നല്ലതല്ല. ആ പാറയുടെ കല്ലിന് എങ്ങനെയായിരിക്കും? 3%. എന്താ? ആ കല്ലിന്റെ മൊത്തം ക്വാണ്ടിറ്റിയുടെ 3% കൂടുതൽ തേഞ്ഞു പോവാതിരുന്നാൽ നല്ലതാണ്. ആ 3% പോലും തേയാൻ പാടില്ല. തേയ്മാനം 3% ആവാൻ പാടില്ല. 3%ഓ അതിൽ കൂടുതലോ 3%-ന് മുകളിലാവാൻ പാടില്ല. എങ്ങനെയായിരിക്കണം പിന്നെ നല്ല ഇനം കല്ല്? പെർസെന്റേജ് വിയർ 3%-ഓ അതിന് താഴെയോ ആയിരിക്കണം. 3%-ഓ അതിന് താഴെയോ ആയിരിക്കണം തേയ്മാനം. നമ്മളിപ്പോ ഒരു സ്വർണ്ണമൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാറ്റാനായിട്ട് നോക്കുന്ന സമയത്ത് അവര് തേയ്മാനം നോക്കും അല്ലേ? തേയ്മാനം സംഭവിച്ച് അതിന്റെ അളവിൽ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഓരോ സംഭവങ്ങൾക്കും ഓരോ സാധനങ്ങൾക്കും ഇതുപോലെ തേയ്മാനം സംഭവിക്കും കേട്ടോ. അടുത്ത നോക്കാം, റെസിസ്റ്റൻസ് ടു ഫയർ. റെസിസ്റ്റൻസ് ടു ഫയർ, ഫയറിനെ റെസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫയർ പ്രൂഫ് എന്നൊക്കെ പറയും. ഫയറിനെ റെസിസ്റ്റ് ചെയ്യാം. ഫയറിനെ റെസിസ്റ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് ടു ഫയർ, ഫയറിനെ റെസിസ്റ്റ് ചെയ്യാം. നോക്കാം, തീ പിടിക്കുകയാണെങ്കിൽ കല്ലിന്റെ രൂപം നിലനിർത്തുന്ന തരത്തിലുള്ള ഘടകങ്ങൾ കല്ലിൽ അടങ്ങിയിരിക്കണം. എങ്ങനെയായിരിക്കണം അതിന്റെ ക്വാളിറ്റി? എന്തെങ്കിലും കാരണത്താൽ തീ പിടിക്കുവോ? അതായത് തീ പിടിക്കുക എങ്ങനെയാ? കല്ലുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ തീ പിടിക്കും അല്ലേ? നമ്മൾ വേറൊരു സാധനം വെച്ച് തീ കൊടുക്കണം എന്നില്ല. എങ്ങനെയായാലും തീ പിടിക്കും. കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാലും മതി തീ ഉണ്ടാവാനായിട്ട്. അങ്ങനെയൊക്കെ തീ ഉണ്ടാവുന്ന സാഹചര്യത്തില് എന്താ, ഷേപ്പ് മാറാതെ കൂടുതൽ തീ പിടിച്ചാൽ എന്താ പ്രശ്നം? അതിന്റെ ഷേപ്പിൽ മാറ്റം വരും അല്ലേ? മെൽറ്റ് ആവും സ്റ്റോണ്. കൂടുതൽ നല്ല രീതിയിലുള്ള ഫയർ ഒക്കെ ആണെങ്കിൽ എന്ത് പറ്റും? മെൽറ്റ് ആവും. അപ്പോ ഇങ്ങനെ തീ പിടിക്കുന്ന സമയത്ത് മെൽറ്റ് ആവാൻ പാടില്ല, അതായത് രൂപമാറ്റം സംഭവിക്കാനായിട്ട് പാടില്ല. രൂപമാറ്റം സംഭവിക്കാനായിട്ട് പാടില്ല. അതുപോലെ എന്താ, താപത്തിലുള്ള പെട്ടെന്നുള്ള ഉയർച്ചയും താഴ്ചയും കല്ലിന്റെ ഘടകങ്ങളുടെ വ്യത്യാസമായ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് തട്ടുമ്പോ ഏതൊരു പദാർത്ഥത്തിനും എക്സ്പാൻഷൻ കൂടും. എക്സ്പാൻഷൻ എന്ന് വെച്ചാ വികസിക്കും അല്ല. ഒരു പ്ലാസ്റ്റിക് ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ അതിന് എന്ത് പറ്റും? ഉരുകുന്നതിനോടൊപ്പം അതിനെന്താ വികസിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. നമുക്ക് അതിന് രൂപമാറ്റം സംഭവിപ്പിക്കാൻ പറ്റും അല്ലെ? പ്ലാസ്റ്റിക്കിനെ ചൂടാക്കി കഴിഞ്ഞാ അല്ലേ? പ്ലാസ്റ്റിക്കിനെ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മള്
ഇങ്ങനെ വലിച്ചു നീട്ടാനൊക്കെ പറ്റില്ലേ പ്ലാസ്റ്റിക്? അതിനാണ് എന്താ പറയുക? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ സംഭവിക്കുക ചൂട് തട്ടുമ്പോ ഒരു പദാർത്ഥത്തിന് ഉണ്ടാവുന്ന എക്സ്പാൻഷൻ, അതായത് രൂപമാറ്റം. താപത്തിലുള്ള പെട്ടെന്നുള്ള ഉയർച്ചയും താഴ്ചയും കല്ലിന്റെ ഘടകങ്ങളുടെ വ്യത്യാസമായ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നീ കാരണങ്ങൾ മൂലമാണ് കല്ലിന് തീ പിടിക്കുന്നത്. കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ക്വാളിറ്റീസ് നഷ്ടപ്പെടും. അപ്പൊ പെട്ടെന്ന് തീ പിടിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും താപത്തില്. അതായത് പെട്ടെന്ന് ചൂട് വരാം, അതുപോലെ തന്നെ അത് താഴാം. അങ്ങനെ പറ്റുമ്പോ എന്ത് പറ്റും? എക്സ്പാൻഷൻ സംഭവിക്കും സ്റ്റോണിന്. ആ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് എന്തിന് കാരണമാവും? കൂടുതൽ തീ പിടിക്കുന്നതിന് കാരണമാവും. കൂടുതൽ തീ പിടിക്കുന്നതിന് കാരണമാകും. അടുത്തത് എന്താ? 800 ഡിഗ്രി സെൽഷ്യസ് വരെ ചുണ്ണാമ്പ്, അതായത് ചുണ്ണാമ്പ് കല്ല്, ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ്, അതായത് ചുണ്ണാമ്പ് കല്ല് തീയെ ചെറുക്കുന്നു. അതിനുശേഷം അത് CaCO3. എന്താ CaCO3? കാൽസ്യം ഓക്സൈഡും കാർബണും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ലൈംസ്റ്റോൺ എത്ര വരെ റെസിസ്റ്റ് ചെയ്യും ഫയറിനെ? 800 ഡിഗ്രി 800 ഡിഗ്രി സെൽഷ്യസ് 800 ഡിഗ്രി സെൽഷ്യസ് വരെ ചുണ്ണാമ്പ് കല്ല് തീനെ റെസിസ്റ്റ് ചെയ്യും, ഫയറിനെ റെസിസ്റ്റ് ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കും? ചുണ്ണാമ്പ് കല്ല് എന്തായിട്ട് മാറും? കാർബൺ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡും ആയിട്ട് മാറും. ഇതൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. ഈ ഒരു സാധനം പഠിച്ചു വെക്കുക. അതായത് 800 ഡിഗ്രി സെൽഷ്യസ് വരെ ഫയറിനെ റെസിസ്റ്റ് ചെയ്യുന്നു പഠിച്ചു വെക്കുക. അടുത്ത നോക്കുക, സിലിക്കേറ്റ് അടങ്ങിയ സാൻഡ്സ്റ്റോൺ. സാൻഡ്സ്റ്റോൺ അഗ്നിയെ നന്നായി ചെറുക്കുന്നു. സാൻഡ്സ്റ്റോൺ എന്താണ്? ഫയറിനെ കൂടുതൽ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആർഗിലിയസ് കല്ലുകൾക്ക് ബലം കുറവാണെങ്കിലും അഗ്നിയെ ചെറുക്കാനുള്ള കഴിവ് കൂടുതലാണ്. എന്തിനൊക്കെയാ? സാൻഡ്സ്റ്റോൺ നോട്ട് ചെയ്ത് വെക്കുക. സാൻഡ്സ്റ്റോൺ, അതുപോലെ ആർഗിലിയസ് സ്റ്റോണുകൾ. അടുത്തല്ലേ ആർഗിലിയസ് എന്നാ പറയുന്നത്? ആർഗിലേഷ്യസ് എന്നാണോ ശരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്? അല്ലല്ല, അത് പ്രൊനൗൺസ് ചെയ്യണതിന്റെ പ്രശ്നമാണ്. ആർഗിലിയസ് എന്നാ വായിക്കുള്ളൂ. ഈ സൈലന്റ് ആയിട്ട് വരുന്ന കാരണമാണ്. മലയാളത്തിൽ നോട്ടിലും ആർഗിലേഷ്യസ് എന്ന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. കല്ലുകൾക്ക്, അതായത് അത്തരത്തിലുള്ള കല്ലുകൾക്ക് എന്താ കണ്ടന്റ് കൂടുതല്? ഏത് കണ്ടന്റ്? ഫയറിനെ ചെറുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ എന്താ? ക്ലേ കണ്ടന്റ് അല്ലേ? ക്ലേ കണ്ടന്റ്. ആ ക്ലേ കണ്ടന്റ് എന്ന് പറഞ്ഞ എന്താ? ആർഗിൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് എന്ത്? ക്ലേ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ? ബലം കുറവായിരിക്കും, പക്ഷെ എന്തുണ്ട്? ഫയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതായത് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. ഡൗട്ട്സ് ഉണ്ടോ ഇതില്? ഏതൊക്കെ പഠിച്ചേ? കളിമണ്ണിന്റെ അംശം അടങ്ങിയതാണോ? അതെ, ക്ലേ. നമ്മളെ കടപ്പക്കല്ലൊക്കെ ക്ലേ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷെ അവിടുത്തെ നേച്ചർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം സ്റ്റോൺ, അതായത് റോക്ക്
എടുക്കുന്ന സ്ഥലം, അതായത് റോക്ക് ഉണ്ടായിട്ടുള്ള സ്ഥലം ക്ലേയുടെ കണ്ടന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. നോട്ട് ചെയ്ത് വെക്കാട്ടോ. എത്ര എണ്ണം പഠിച്ചു? 8 എണ്ണം അല്ലേ? 8 ക്വാളിറ്റീസ് ചെക്കുകൾ നമ്മൾ ചെയ്യണം. ഏതൊക്കെ 8? ക്രഷിംഗ് സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി അതായത് ഈടുനിൽപ്പ്, ഡ്രസ്സിംഗ്, ഫ്രാക്ചർ, ഹാർഡ്നെസ്, പെർസെന്റേജ് വിയർ, റെസിസ്റ്റൻസ് ടു ഫയർ. ഇത്രത്തോളം നോട്ട് നാളത്തെ ക്ലാസ്സിന് മുമ്പ് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. കുറച്ചല്ലേ ഉള്ളൂ നോട്ട്, ഇപ്പൊ തന്നെ അയക്കാം. ഇത്രത്തോളം ഇന്ന് എടുത്ത നോട്ട്. അപ്പോ ഇന്ന് നോട്ട്സ് എഴുതിയിട്ട് നാളെ ഉണ്ട് സമയം. നാളെ ക്ലാസ്സിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാട്ടോ. ഒന്നിൽ ഈ ഗ്രൂപ്പിലിടാം. നോട്ട്സ് ഗ്രൂപ്പിലിടണമെങ്കിൽ ഇന്നത്തെ നോട്ട്സ് ആണോ? എന്താ ഇന്നത്തെ നോട്ട്സ് ആണോ? ആ ഇന്നത്തെ നോട്ട്സ്. ഇന്നലത്തെ സബ്മിറ്റ് ചെയ്യാത്തവര്, ഇന്നലത്തെ നോട്ട്സ് ആരാ സബ്മിറ്റ് ചെയ്യാത്തവര്? മാത്സ് അതും വേണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ. ഒന്നിലും ഗ്രൂപ്പിലിടാ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. കുറച്ചു പേരൊക്കെ അയച്ചു തന്നു എനിക്ക്. ഷീനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഈ നോട്ട് ഇന്ന് തന്നെ അയക്കോ? ഈ നോട്ട് ഇന്ന് തന്നെ അയക്കാം. ഇപ്പൊ തന്നെ അയക്കാട്ടോ. ഓക്കെ. അതുപോലെ ഷഫ്നത്തൊന്നും അയച്ചില്ലല്ലോ. ഷഫ്നത്ത് മാഡം ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നോട്ടും കൂടി ചേർത്ത് നാളെ ക്ലാസ്സിന് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്യാട്ടോ എല്ലാവരും. നിങ്ങൾ വർക്കുകൾ ഇങ്ങനെ നോട്ട്സ് ഒക്കെ ഇങ്ങനെ എഴുതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്തത് റെക്കോർഡ് വർക്കുകളൊക്കെ വരുമ്പോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും. മാഡം ഈ നോട്ട്സ് നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടുമോ? എവിടുന്നേലും പ്രിന്റ് എടുത്തോളൂ നിങ്ങൾ. ഞാൻ PDF ആയിട്ടല്ല അയക്കുന്നത്. അത് പ്രിന്റ് എടുത്തോളൂ. ബുക്ക് കിട്ടും വാങ്ങിക്കാൻ? ഇല്ല, നമുക്ക് സിലബസ് അനുസരിച്ച് ഇതുവരെ ഗവൺമെന്റ് അങ്ങനെ ബുക്കുകളും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. നമ്മൾ പല ബുക്കിൽ നിന്നായിട്ടാണ് റെഫർ ചെയ്യുന്നത്. ബുക്കുകൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓദറിന്റെ പേരും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് സെപ്പറേറ്റ് ബുക്കായിട്ട് ഇറക്കിയിട്ടില്ല. ഇല്ല, നമുക്ക് സിലബസ് മാറിയിട്ട് കഴിഞ്ഞ വർഷമാണ് സിലബസ് മാറിയത്. ഇപ്പോ ഒരു വർഷമൊക്കെ കഴിയുന്നതോട് കൂടി ചിലപ്പോ കറക്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ രൂപങ്ങളായിട്ട് വരുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യമാണ് ബുക്ക് അടിച്ചിട്ട് സിലബസ് മാറ്റിയാ പോലെ. എന്താ ബുക്ക് ചെയ്തിട്ട് സിലബസ് മാറ്റിയാ പോലെ. സിലബസ് മാറ്റുന്നവരല്ല ബുക്ക് ഇറക്കുന്നത്. ബുക്ക് ഇറക്കുന്നവര് സിലബസ് മാറുന്നത് നോക്കിയിരിക്കുന്നവരാ. അല്ല, നല്ല ഗവൺമെന്റ് അങ്ങനെ ഇറക്കുന്നില്ല. സിലബസ് ആയിട്ടാണ് ഇറക്കുന്നത്. മാഡം ഒരു ബുക്ക് മാഡത്തിന് ക്രിയേറ്റ് ചെയ്തൂടെ? ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് KGC, നിങ്ങളിപ്പോ KGC ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഇതുവരെ NCVT ആണ് എടുത്തിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെന്റ്. ഞാൻ ആദ്യമായിട്ടാണ് KGCയുടെ സിലബസ് മാറിയതിനു ശേഷം എടുക്കുന്നത്. അപ്പോ നോട്ട്സ് ഒക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പൊ നമുക്ക് നോട്ട്സ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. NCVTക്ക് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. സിവിൽ അല്ലേ? ശരി. എവിടെ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാച്ച് ഉണ്ട് രാവിലെ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊക്കെ ജസ്റ്റ് മിസ് ആണ് അതിന്. അതെ, അഡ്മിഷൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തിരുന്നു. പെട്ടെന്ന് ക്ലോസ് ആവും. ഞാൻ ഇത്തിരി വൈകി പോയി. സെൻട്രൽ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഇതിനെക്കാളും കൂടുതൽ പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് തന്നെ പറ്റുള്ളൂ. ഡ്രോയിങ്സ് കൂടുതലാണ്. അതായത് അല്ല, നമുക്ക് ഡ്രോയിങ്സ് കൂടുതലുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്. അതായത് ഡ്രാഫ്റ്റ്സ്മാൻ ആയതുകൊണ്ട്, സിവിൽ എഞ്ചിനീയർ അല്ല, ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അതായത് വരയ്ക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതലായിരിക്കും. ഡ്രോയിങ് അവർക്ക് പ്രാക്ടിക്കലൊക്കെ ഒരു 4 മണിക്കൂർ ഡെയിലി കൊടുക്കണം ഡ്രോയിങ്ങിന് മാത്രം. അത്രയ്ക്ക് അവർക്ക്. അല്ല മാഡം, ഇതിന് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ?
അതെ മലയാളത്തിൽ. അതാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, അവർക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല NCVT കാർക്ക്. NCVT-ക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല? ഇല്ല അതൊക്കെ ഇല്ല